കേരളം കടുത്ത സാമ്പത്തിക പ്രതിസന്ധി നേരിടുമ്പോഴും കേന്ദ്രം അനുവദിച്ച കോടിക്കണക്കിന് രൂപ കൈപ്പറ്റിയിട്ടില്ലെന്ന് കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമൻ. കേരളത്തിനായി അനുവദിച്ച 311.95 കോടി രൂപയുടെ ദുരന്ത നിവാരണ ഫണ്ട് സംസ്ഥാന സർക്കാർ ഇതുവരെ പിൻവലിച്ചിട്ടില്ല. തുക അനുവദിച്ചിട്ടും അത് ആവശ്യപ്പെട്ടുകൊണ്ടുള്ള അപേക്ഷ പോലും നൽകാത്ത സംസ്ഥാനത്തിന്റെ നടപടി അനാസ്ഥയാണെന്ന വിമർശനമാണ് കേന്ദ്ര ധനമന്ത്രി ഉയർത്തുന്നത്. കേന്ദ്രവിഹിതം ലഭിക്കുന്നില്ലെന്ന സംസ്ഥാനത്തിന്റെ സ്ഥിരം പരാതികൾക്കിടയിലാണ് പാർലമെന്റിൽ കേന്ദ്ര ധനമന്ത്രി കണക്കുകൾ നിരത്തി മറുപടി നൽകിയത്. നാഷണൽ ഡിസാസ്റ്റർ മിറ്റിഗേഷൻ ഫണ്ടിൽ നിന്ന് കേരളത്തിന് അനുവദിച്ച 311.95 കോടി രൂപയിൽ ഒരു പൈസ പോലും സംസ്ഥാനം ഇതുവരെ കൈപ്പറ്റിയിട്ടില്ലെന്ന് മന്ത്രി വ്യക്തമാക്കി. അനുവദിച്ച തുകയിൽ ഭൂരിഭാഗവും അതീവ പ്രാധാന്യമുള്ള പദ്ധതികൾക്കുള്ളതാണ്. വയനാട്ടിലെ ഉരുൾപൊട്ടൽ മേഖലയിലെ റിസ്ക് മിറ്റിഗേഷൻ പദ്ധതികൾക്കായി 72 കോടി രൂപയും തിരുവനന്തപുരം നഗരത്തിലെ വെള്ളപ്പൊക്ക നിയന്ത്രണത്തിനായി 222.22 കോടി രൂപയും കേന്ദ്രം മാറ്റിവെച്ചു. കൂടാതെ കാട്ടുതീ പ്രതിരോധത്തിനായി 17.73 കോടി രൂപയും അനുവദിച്ചു. എന്നാൽ ഈ തുകകൾ പിൻവലിക്കാൻ കേരളം ഇതുവരെ തയ്യാറായിട്ടില്ല. ഇതിനു പുറമെ ആദ്യ ഗഡു കൈപ്പറ്റി അത് വിനിയോഗിച്ച ശേഷം നൽകേണ്ട യൂട്ടിലൈസേഷൻ സർട്ടിഫിക്കറ്റ് സമർപ്പിക്കാത്തത് അടുത്ത ഗഡുക്കൾ ലഭിക്കുന്നതിന് തടസ്സമാകുന്നു. എന്നാൽ ഈ കേസിൽ ആദ്യ ഗഡുവിന് പോലും അപേക്ഷ നൽകിയിട്ടില്ലെന്നും ധനമന്ത്രി നിർമ്മല സീതാരാമൻ ചൂണ്ടിക്കാട്ടി. Amount approved is 311.95 for the National Disaster Mitigation Fund, 72 crores for risk mitigation project in the landslide affected territories of Wayanad. 17.73 crore is approved under the forest fire mitigation program, which is not Wayanad landslide, but it is disaster related. And 222.22 crore has been approved under the urban flood risk management program phase 2, and that is for Thiruvananthapuram city. For that 311.95 crore which is approved, zero is the amount released. I will release only when the state applies for it, asks for it, or quotes something for it. സാങ്കേതിക കാരണങ്ങളാണോ അതോ ഭരണനിർവഹണ വീഴ്ചയാണോ തുക നഷ്ടപ്പെടാൻ കാരണമെന്ന് സംസ്ഥാന സർക്കാർ വ്യക്തമാക്കേണ്ടി വരും. കേന്ദ്രം അനുവദിച്ച തുക കൃത്യസമയത്ത് ഉപയോഗിച്ചില്ലെങ്കിൽ അത് പാഴാകാനുള്ള സാധ്യതയുണ്ട്. നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ കേന്ദ്രത്തിന്റെ വെളിപ്പെടുത്തൽ കേരളത്തിൽ BJPക്ക് വലിയ രാഷ്ട്രീയ ആയുധമാണ്. ജനം, ഡൽഹി.